الحمد لله مبلغ الراجي فوق مأموله المنان على التائب بصفحه وقبوله خلق الإنسان وأنشأ دار لحلوله وجعل الدنيا مرحلة لنزوله وأشهد أن لا إله إلا الله وحده لا شريك له شهادة عارف من دليل وأصوله وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان ما امتد الدهر بطوله وسلم تسليما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله സ്നേഹമുള്ള വിശ്വാസിനികൾ റബ്ബുൽ ആലമീനെ അല്ലാഹുവെ ഭയപ്പെട്ട് അവന്റെ ദോഷബാധയിൽ നിന്നും വിട്ടുനിൽക്കുന്ന അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണേ എന്ന് എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. ജീവിതത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഇസ്ലാമിലെ ഹജ്ജ് കർമ്മം വളരെ പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് തന്നെ ദുആ ചെയ്യണം. ആയുസ്സിൽ ഒരിക്കൽ അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. സൂറത്ത് ഹജ്ജിലെ 27-ാമത്തെ ആയത്തിൽ ജനങ്ങളെ ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയാണ് വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി, ജനങ്ങളോട് ഹജ്ജിനെ കുറിച്ച് വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലൻ, അവർ കാൽനടയായും താങ്കളുടെ അടുക്കൽ വരും. വഅലാ കുല്ലി ളാമിരി, അതേപോലെ തന്നെ വിദൂരമായ ഓരോ പാതയിലൂടെയും യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വരുന്ന മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്തും അവർ താങ്കളുടെ അടുക്കൽ വരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഹജ്ജ് കർമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശ്വാസിക്ക് ജീവിതത്തിൽ ലഭിക്കുക എന്നത് മഹാഭാഗ്യമാണ്. പരലോകത്ത് അതിന് ലഭിക്കുന്ന പ്രതിഫലം ഒരിക്കലും തുല്യത ഇല്ലാത്തൊരു പ്രതിഫലമാണ്, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹജ്ജ ഹാദൽ ബൈത, റസൂൽ പറഞ്ഞു ഈ കഅബയിൽ, ഈ ബൈത്തിൽ ഭവനത്തിൽ ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ ഫലം യർഫുദ്, എന്നിട്ട് അനാവശ്യ കാര്യങ്ങൾ അവൻ ചെയ്തതുമില്ല, വലം യഫ്സുഖ്, അതേപോലെ അനാവശ്യ പ്രവർത്തികൾ വാക്കുകൾ അവൻ പറഞ്ഞില്ലെങ്കിൽ, റജഅ കമാ വലദതുഹു ഉമ്മുഹു, അവൻ തിരിച്ചു വരുന്നത് പാപത്തിൽ നിന്ന് ശുദ്ധനായി പാപമുക്തനായി ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അതുപോലെ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ അത്രയും പ്രതിഫലമുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അവിടെ ഹജ്ജ് നിബന്ധനയായി പറഞ്ഞത് ശാരീരികമായും സാമ്പത്തികമായും കഴിവുണ്ടാവുക എന്നതാണ്. ഒരു ജീവിതത്തിൽ ചിലപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ചിലപ്പോൾ എല്ലാവർക്കും ഈ ഒരു സൗഭാഗ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു കർമ്മത്തിനൊരു അവസരം ചിലപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ എന്നാലും ആ ഹജ്ജിന് തുല്യമായ ചില കർമ്മങ്ങളുണ്ട്, ആ ഹജ്ജിന് തുല്യമായ ചില പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഹജ്ജിന് തുല്യമായ പ്രതിഫലം കിട്ടുന്ന ആ സുപ്രധാന അമൽ സ്വാലിഹാത്തിനെ പറ്റിയാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളെ ഉത്ബോധിപ്പിക്കാനുള്ളത്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫർദ് നമസ്കാരത്തിന് പള്ളിയിൽ പോയാൽ
നോക്ക്, അതേപോലെ തന്നെ ഐച്ഛിക നമസ്കാരത്തിന് സുന്നത്ത് നമസ്കാരം നടന്നുപോയാൽ നബി ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറൻ, ഈ ഹദീസ് ശ്രദ്ധിച്ചു കേൾക്കുക. ആരെങ്കിലും വീട്ടിൽ നിന്ന് വുദു എടുത്ത് ശുദ്ധിയുള്ളവനായി പുറത്തേക്ക് കടന്നു ഇലാ സ്വലാത്തിൻ മക്തുബ, നമസ്കാരത്തിന് വേണ്ടി, ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, അവനുള്ള പ്രതിഫലം ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു ഹാജിയുടെ പ്രതിഫലത്തിന് തുല്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് റസൂൽ വീണ്ടും പറഞ്ഞു, മൻ ഖറജ ഇലാ തസ്ബീഹി ദുഹാ, ആരെങ്കിലും ദുഹാ നമസ്കാരത്തിനായി പുറപ്പെട്ടാൽ, ലാ യൻസിബുഹു ഇല്ലാ ഇയ്യാഹു, അതിനു വേണ്ടി മാത്രമാണ് അവൻ എണീറ്റ് നിൽക്കുന്നതെങ്കിൽ, ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമർ, അവനും ഉംറ ചെയ്തവന് പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്നവനെ പോലെയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്വലാത്തു അലാ അഥരി സ്വലാത്തിൻ, ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ, അഥവാ ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം, അടുത്ത നമസ്കാരത്തിന് ഒരു സമയം കാത്തിരുന്ന് ആ നമസ്കാരവും നിർവഹിച്ചാൽ, ലാ ലഹും ബൈനഹുമാ, അതിനിടയിൽ അനാവശ്യ കാര്യങ്ങളൊന്നും ഏർപ്പെട്ടില്ലെങ്കിൽ, കിതാബും ഫീ ഇല്ലീൻ, ആ നമസ്കാരം കൂടി നിർവഹിച്ചാൽ അത് ഇല്ലീനിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇല്ലീൻ അറിയാമോ? മാ അദ്റാക മാ ഇല്ലീയൂൻ, കിതാബും മർഖൂം യശ്ഹദുൽ മുഖറബൂൻ, മുഖറബുകളായ മലക്കുകൾ സാക്ഷി നിൽക്കുന്ന ഒരു രേഖയാണ്. വിശ്വാസികളുടെ റൂഹിനെ അല്ലാഹു സൂക്ഷിക്കുന്ന ആ രേഖയിലാണ് ഇവന്റെ നമസ്കാരവും രേഖപ്പെടുത്തപ്പെടുകയെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി തന്റെ സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക് പോവുക എന്നവിടെ ചില കണ്ടീഷൻ പറയുന്നു. അതാണ്, ചില നിബന്ധനകൾ പാലിക്കുമ്പോഴാണ്, ചില ഷർത്തുകൾ പാലിക്കുമ്പോഴാണ് ആ പ്രതിഫലം, ഹജ്ജിന്റെ അല്ലെങ്കിൽ ഉംറയുടെ കൂലി കിട്ടുക എന്ന് പറഞ്ഞത് വെറുതെയല്ല. അതാണ് വീട്ടിൽ നിന്നും വുളു എടുക്കുക എന്ന് പറയാനുള്ള കാരണം. ആ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടുക. വീട്ടിൽ നിന്നും വുളു എടുത്ത് ആ പറഞ്ഞ നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴാണ് അവന് ഒരു ഹാജിയുടെ പ്രതിഫലത്തിന് തുല്യമായി കിട്ടുക. ആ പുറപ്പെടുന്നത് ദുഹാ നമസ്കാരത്തിന് വേണ്ടിയാണെങ്കിൽ അവന് ഒരു ഉംറ ചെയ്തവന്റെ പ്രതിഫലവും ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ ഗൗരവമായി ചിന്തിക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം എന്നാ പറഞ്ഞു. അപ്പൊ 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കല്ലേ. അപ്പൊ 5 വഖത്ത് നമസ്കാരം നമ്മൾ ജമാഅത്തായി നിർവഹിച്ചാൽ എത്ര പ്രതിഫലമാണ് കിട്ടുന്നത്? എത്ര സമയം വേണം ഈ മഹത്തായ ഈ പ്രതിഫലം നമുക്ക് കിട്ടാൻ, ഈ അജ്ർ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എത്ര സമയം അതിനു വേണ്ടി? ഈ 5 വഖത്ത് നമസ്കാരം ഏറിപ്പോയാൽ ഒരു അരമണിക്കൂർ, അതിനപ്പുറം എന്താ ചെയ്യേണ്ട ആവശ്യം? അതിനപ്പുറം സമയവും വേണ്ട ആവശ്യം. അരമണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 20-25 മിനിറ്റ് കൊണ്ട് നേടിയെടുക്കാവുന്ന മഹത്തായ പ്രതിഫലം. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. പുരുഷൻ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നിർബന്ധമാണ്, സ്ത്രീകൾക്ക് അത് അനുവദനീയവുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായ ആ കാര്യത്തിൽ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധ കാണിക്കണം. അവിടെയാണ് പ്രശ്നം. ഗൗരവമായിട്ട് അവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം അല്ലേ, അവർ നമസ്കാരത്തിനെ പറ്റി അവർ ചിന്തിക്കുന്നിടത്ത് അവർക്കുള്ള പ്രതിഫലം എത്രയെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു. നമസ്കാരത്തിലേക്ക് പോകുന്നതിനെ പറ്റി ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖാഫൂന യൗമൻ യതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിഞ്ഞു പോകുന്ന ദിവസമുണ്ട്. ആ ദിവസത്തെ പേടിയുള്ളവർക്ക് പറഞ്ഞു നമസ്കാരം, പുരുഷന്മാരെ 5 വഖത്ത് നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കാമെന്നത് വല്ലാത്തൊരു വികാരമാണ്, വല്ലാത്തൊരു തോന്നലാണ്. പരലോകത്തെ പേടിയില്ലാത്തവര് അതിനിപ്പോ ളുഹർ കഴിഞ്ഞ് അസറിലേക്ക് ആയാലും അസർ കഴിഞ്ഞ് മഗ്രിബിലേക്ക് ആയാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ വിചാരങ്ങൾ അങ്ങനെയാണ്. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, നമസ്കരിച്ചുകൊണ്ടും അതുപോലെ ക്ഷമിച്ചുകൊണ്ടും അല്ലാഹുവോട് നിങ്ങൾ ഇസ്തിആനത്ത് സഹായം തേടണേ. ഇന്നഹാ ലകബീറത്തുൻ, ആ നമസ്കാരം എന്നത് വലിയ കാര്യമാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, അല്ലാഹയെ ഭയപ്പെടുന്ന ആളുകൾക്ക് വലിയ കാര്യമാണ്. അല്ലാഹു
ഭയപ്പെടുമെന്ന്, ഭയപ്പെടണം, അള്ളാഹുവെ ഭയപ്പെടണം എന്ന ബോധമുള്ളവനെന്ന് വലിയ കാര്യമാണ്. ആ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ആ വിഷയത്തിൽ, അല്ലേ? രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിച്ച് സൂര്യോദയം വരെ പള്ളിയിൽ, സൂര്യൻ ഉദിക്കുന്നവരെ പള്ളിയിൽ ഇരുന്നാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ലൽ ഗദാത, സുബഹി നമസ്കരിച്ചാൽ ഫീ ജമാഅത്തിൻ, ജമാഅത്തായിട്ട്, തുമ്മ ഖഅദ, പിന്നീട് അവിടെ തന്നെ അവൻ ഇരിക്കുന്നു, യദ്കുറുല്ലാഹ, അല്ലാഹുവെ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട്, ഹത്താ തത്ലുഅ ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ, സുമ്മ സല്ലാ റകഅതൈനി, പിന്നീട് 2 റകഅത്ത് നമസ്കരിച്ചാൽ, കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ഒരു ഹജ്ജും ഉംറയും ചെയ്തവന്റെ പ്രതിഫലമാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ നിർത്തിയിട്ടില്ല, റസൂൽ വീണ്ടും പറഞ്ഞു, താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ, പൂർണ്ണമായ പൂർണ്ണമായ പൂർണ്ണമായ, ആവർത്തിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്മദ് റഹ്മത്തുള്ളാഹി തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ്. അപ്പൊ നമുക്ക് പള്ളിയിലായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞത്, ആ നിബന്ധന പാലിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് സലാത്തുൽ ഇശ്റാഖിന്റെ നിബന്ധനയായി പള്ളിയിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞാൽ ജമാഅത്ത്, പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുക, അല്ലേ? അതേസമയം ഒരാളെ നാട്ടിൽ ഒരു പള്ളിയിൽ പോയി നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി, പള്ളി പൂട്ടിയിടുകയോ അല്ലെങ്കിൽ പള്ളിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ലവർ, ആ വീട്ടിലേക്ക് മടങ്ങി, എന്നിട്ട് ഇതേ പറഞ്ഞ പോലെ ജമാഅത്തായി നമസ്കരിച്ചാൽ, ജമാഅത്തായി പള്ളിയിൽ നിന്ന് ഇത് നമസ്കരിച്ചാൽ എന്ത് ചെയ്യും? എന്നിട്ട് അവൻ എന്ത് ചെയ്യണം? ഇതേപോലെ ഈ സമയവും കൃത്യമായി പാലിച്ച് നമസ്കരിച്ചാൽ അവർക്കും ഈ പ്രതിഫലം കിട്ടും. എങ്ങനെ? പതിവായി പള്ളിയിൽ വരുന്ന ആളായിരിക്കണം അയാൾ, പതിവായി ഈ പള്ളി വരികയും അതേപോലെ തന്നെ ഇതിനു വേണ്ടി ഇരിക്കുകയും ഈ ഇശ്റാഖിന് വേണ്ടി സമയം കാത്തിരുന്ന് ചെയ്യുന്ന ഒരാൾക്ക് പള്ളിയിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു പോയാൽ, രോഗമോ മറ്റു തടസ്സമോ ഉണ്ടായാൽ, അയാള് ആ പള്ളി വീട്ടിലിരുന്ന് ഇതേപോലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് അത് ജമാഅത്തായി, അവിടെ കണ്ടീഷൻ പറഞ്ഞതാണ്, ജമാഅത്തായി നമസ്കരിച്ചാൽ ഈ പ്രതിഫലം അവന് കിട്ടും. കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ, ഇദാ മരിദൽ അബ്ദു, ഒരാൾ രോഗിയായി, ഔ സാഫർ, അല്ലെങ്കിൽ യാത്രക്കാരനാണ്, കുതിബ ലഹു മിത്ല മാ കാന യഅമലു മുഖീമൻ, അയാൾ നാട്ടിലുണ്ടായിരിക്കെ എന്തൊക്കെ നന്മകൾ അയാൾ ചെയ്തോ, അല്ലെങ്കിൽ ഔ സഹീഹൻ, അയാൾ ആരോഗ്യവാനായിരിക്കെ എന്തൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തുവോ, അയാൾക്ക് രോഗമുണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ അയാൾ യാത്രക്കാരനായിരിക്കുമ്പോൾ ആ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നാലും അതിന്റെ പ്രതിഫലം അവന് കിട്ടും. എന്തുകൊണ്ടാണ്? പതിവായി ചെയ്യുന്നത് കൊണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രതിഫലം അവന് കിട്ടുക എന്ന് പറഞ്ഞാൽ, ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞ വിഷയം അതാണ്. ഇശ്റാഖ് അത് തന്നെയാണ് ശരിക്ക് ദുഹ എന്ന് പറഞ്ഞാൽ, സ്വലാത്തുൽ ഇശ്റാഖ് തന്നെയാണ് സൂര്യോദയ നമസ്കാരം എന്ന് പറയും. ചില ആളുകൾ വിചാരിക്കുന്ന സൂര്യൻ നമസ്കരിക്കണം, സൂര്യ നമസ്കാരമല്ല, സൂര്യോദയവുമായി ബന്ധപ്പെട്ട ഒരു സമയം നിശ്ചയിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു നമസ്കാരത്തിനാണ് സ്വലാത്തുൽ ഇശ്റാഖ്, ശുറൂഖ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ദുഹ എന്ന് പറഞ്ഞാൽ, ഇശ്റാഖിന്റെ സമയം കഴിഞ്ഞ്, ഇശ്റാഖിന്റെ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞുള്ള സമയം, അതാണ്. ആ സമയത്ത്, ആദ്യ സമയത്ത് നിർവഹിക്കുകയാണെങ്കിൽ അതിനെ സ്വലാത്തുൽ ഇശ്റാഖ് എന്ന് പറയും. അതിന്റെ അവസാന സമയത്ത്, ആ സമയം കഴിഞ്ഞ് പിന്നീട് നിർവഹിക്കുന്നെങ്കിൽ അതിനെ ദുഹ എന്നും പറയും. പക്ഷേ ഈ പറഞ്ഞ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഇശ്റാഖ് നമസ്കാരം നിർവഹിച്ചാലേ അത് കിട്ടും. സ്വലാത്തുൽ ദുഹ നമസ്കാരം നിർവഹിച്ചാൽ ആ പ്രതിഫലം കിട്ടും. അതിന് വേറെ പ്രതിഫലം, ഹജ്ജിന്റെയും ഉംറയും പ്രതിഫലം അതില്ല. അതും കൂടി നമ്മൾ കൃത്യമായിട്ട് തന്നെ അതിനെ സംബന്ധിച്ച് പഠിക്കുകയും വേണം. അപ്പൊ ഇവിടെ ആ സമയം എന്ന് പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അവിടെ തന്നെ ഇരിക്കണോ, അങ്ങോട്ട് അനങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ പണ്ഡിതന്മാരോട് പറഞ്ഞത് ഖളാഉൽ ഹാജത്ത്, വുളു എടുക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയി തിരിച്ചു വരുന്നത് കൊണ്ട് അവന്റെ പ്രതിഫലത്തിന് അവിടെ കോട്ടം സംഭവിക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സമയം എന്നത് കാത്തിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഹജ്ജ് ചെയ്തില്ലെങ്കിലും ആ ഹജ്ജിന് തുല്യമായ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു. നോക്ക്, മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ അഥവാ ഹജ്ജിന്റെയും ഉംറയുടെയും അല്ലേ പ്രതിഫലം കിട്ടുകയെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൻ അബി ഉമാമത അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗദാ ഇലൽ മസ്ജിദി
അവൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. പള്ളിയിലേക്ക് വരുന്നത് എന്താ അവന്റെ ഉദ്ദേശം? ഇല്ല യതഅല്ലമ ഖൈറൻ, എന്തെങ്കിലും നന്മ നല്ല കാര്യം പഠിക്കാനാണ്. ഔ യുഅല്ലിമുഹു ഔ യഅലമുഹു, അല്ലെങ്കിൽ പഠിക്കാനാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാനാണ്. കാന ലഹു കാജിരി ഹാജത്തിൻ ഹിജ്ജതുഹു, അവനും ഇതേപോലെ ഒരു ഹജ്ജ് ചെയ്തവന്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും. ഇമാം തബ്റാനി തന്റെ ഔസത്തിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ്. നമുക്ക് പള്ളിയിൽ നിന്ന് വരുന്നു, അപ്പൊ മനസ്സിലാക്കണം, പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരിക കേവലം നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ നിന്ന് ദീൻ കിട്ടണം, അല്ലേ? അവിടെ നിന്ന് നൂറുണ്ട്, ഫീഹാ മിഷ്കാത്തുൻ ഫീഹാ നൂറുൻ. ആ സൂറത്തുൽ നൂറിൽ പറഞ്ഞ ആ മിഷ്കാത്ത് വിളക്കുമാടം, ആ വിളക്കുമാടത്തിൽ നിന്നും വിളക്കിലേക്ക് നമുക്ക് കിട്ടണം. അതിനാണ് ഇവിടെ ക്ലാസ്സുകൾ, ഹദീസ് ക്ലാസ്സുകൾ, അതിനാ വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ജാഅ മസ്ജിദി ഹാദാ ലം യഅതിഹി ഇല്ലാ ലിഖൈരിൻ യതഅല്ലമുഹു. എന്റെ പള്ളിയിൽ, റസൂൽ പറയുമ്പോൾ റസൂലിന്റെ പള്ളിയിൽ, ഈ പള്ളിയിൽ ഒരാൾ ഇൽമു പഠിക്കാനോ വേണ്ടി വരുന്നു. വഹുവ ബിമൻസിലത്തിൻ, നോക്ക്, വഹുവ ബിമൻസിലത്തിൻ, അവൻ അൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മ സമരം ചെയ്തവനെ പോലെയാണ്. ആര് പറയുന്നു? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ദീൻ പഠിക്കാൻ വേണ്ടി, ഇൽമു പഠിക്കാൻ വേണ്ടി വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ നമ്മോട്, അയ്യക്കും യുഹിബ്ബു അൻ യഅദുവ കുല്ല യൗമിൻ ഇലാ ബുദ്ഹാൻ, നിങ്ങൾ ആരാണ് ബുദ്ഹാൻ എന്ന സ്ഥലത്തേക്ക് എന്നും വരാൻ ഉദ്ദേശിക്കുന്നത്? ബുദ്ഹാൻ എന്ന് പറഞ്ഞാൽ അതേപോലെ അഖീഖ്, മദീനയ്ക്കടുത്ത രണ്ട് പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ്. അവിടേക്ക് വരാൻ, എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ രണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ നല്ല മുന്തിയ ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പള്ളിയിലേക്ക് വന്നു, പഠിക്കുന്നു, അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് രണ്ടായത്ത് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു എങ്കിൽ ആ രണ്ട് വലിയ വിലപിടിപ്പുള്ള ഒട്ടകങ്ങളെക്കാൾ പുണ്യമുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്ക് നിങ്ങൾ, അല്ലേ? ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരുടെ സംവിധാനങ്ങൾ ഡെയിലി നമ്മുടെ പള്ളിയിൽ എത്ര ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അല്ലേ? രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ആ സമയത്തുള്ള ക്ലാസ്സുകൾ, അതൊക്കെയും ഈ ഉപയോഗപ്പെടുത്തുന്നവനെ ഈ പറഞ്ഞ പ്രതിഫലമൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞതിന്റെ സാരം. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാര ശേഷമുള്ള അദ്കാറുകൾ പ്രിയപ്പെട്ടവരെ വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. നമസ്കാരത്തിൽ തന്നെ നമ്മുടെ ചിന്തകൾ വേറെ നിലക്കാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മുടെ ചിന്തകളുടെ അവസ്ഥ എന്താ എന്ന് ആലോചിച്ചു നോക്കും. വിരലുകൾ ഇങ്ങനെ മടങ്ങി പോകുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ച് നമ്മുടെ ചുണ്ടുകൾ ദിക്റുകൾ ഉരുവിടുന്നുണ്ടോ? അതല്ലെങ്കിൽ തന്നെ വെറും ഒരു എക്സർസൈസ് പോലെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ മടക്കിയത് കൊണ്ട് മാത്രം എന്താ നമുക്ക് കിട്ടുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാഅൽ ഫുഖറാഉ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണ്. കുറെ ദരിദ്രന്മാരായ പാവപ്പെട്ടവരായ കുറെ ആളുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ദഹബ അഹ്ലുദ് ദുസൂരി മിനൽ അംവാലി ബിദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. റസൂലിനോട് പറയാൻ, സമ്പന്നരായ ആളുകൾ അവർ ഉന്നതമായ സ്ഥാനങ്ങളും സ്ഥിരമായ സുഖങ്ങളും കൊണ്ടുപോയി. റസൂലേ, വലിയ വലിയ സ്ഥാനങ്ങൾ അവര് പരലോകത്തവർക്ക് കിട്ടിക്കഴിഞ്ഞു, ഒരുപാട് സുഖങ്ങൾ അവിടെ പരലോകത്തവർക്ക് കിട്ടിക്കഴിഞ്ഞു, അല്ലേ? എന്നിട്ടോ അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ നോമ്പെടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ധനം അത് വെച്ചവർ ഹജ്ജും ഉംറയും മറ്റും ചെയ്യുന്നുണ്ട്. അള്ളാഹിന്റെ മാർഗത്തിൽ സമരം യുദ്ധം ചെയ്യുന്നുണ്ട്. സദഖ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ പാവങ്ങൾ എന്ത് ചെയ്യണം? ആര് ചോദിക്കാൻ? സഹാബത്ത് ഒന്ന് ചോദിക്കും. ദരിദ്രരായ പാവങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാവങ്ങളായ ഫക്കീറന്മാരായ സഹാബത്തിനോട് പറഞ്ഞു, നിരാശപ്പെടണ്ട. റസൂൽ പറഞ്ഞു, അലാ ഉഹദ്ദിതുകും മിൻ അഖത്തും മദ്റക്തും മൻ സബഖകും. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നെ നിങ്ങൾ അത് ചെയ്താൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ആളുകളുടെ സ്ഥാനത്തേക്ക് നിങ്ങൾ വരും. വലം യുദ്രിക്കും അഹദും ബഅദകും. അവർ നേടിയ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും.
വകുന്തും ഖൈറ മൻ അൻതും ബൈന ളഹ്റാനി ഇല്ലാ മൻ അമില മിത്ലഹു തുസബ്ബിഹൂന വതഹ്മദൂൻ. നിങ്ങൾ സുബ്ഹാനല്ലാഹ് ചൊല്ല്, അതേപോലെ തന്നെ അൽഹംദുലില്ലാഹ് പറ, വതുകബ്ബിറൂന അല്ലാഹു അക്ബർ പറയ്, ഖൽഫ കുല്ലി സ്വലാത്തിൻ 33 പ്രാവശ്യം അത് പറയ്. അത് പറയണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖ്തലഫ്നാ ബൈനനാ, അപ്പോൾ അവർ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുസബ്ബിഹു 33 വനഹ്മദു 33 വനുകബ്ബിറു 34 33 പ്രാവശ്യം, അവസാനം 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ ഹത്താ യകൂന മിൻഹുന്ന കുല്ലിഹിന്ന 33. ഇത് പറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലമാണ് നേരത്തെ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹജ്ജിന്റെയും ഉംറയുടെയും അതേപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നതിന്റെ പ്രതിഫലം കിട്ടും. എത്ര അധ്വാനം വേണം പ്രിയപ്പെട്ടവർ. നമസ്കാര ശേഷം അതിനുവേണ്ടി സമയം വന്നിരിക്കെ സമയം കണ്ടെത്താൻ നമ്മോട് പറഞ്ഞു അല്ലേ? അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. യബ്ന ആദം അല്ലെ തഫറഗ ലിഇബാദത്തി, ഹേ മനുഷ്യപുത്ര, അല്ലാഹു പറയുമത്രേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കുക, കുറച്ചു നേരം ഒന്ന് കാത്തിരിക്കുക, കുറച്ചു നേരം സമയം ഒന്ന് എനിക്ക് വേണ്ടി. പകലിന്റെ ഓട്ടത്തിൽ അധ്വാനിക്കാൻ വേണ്ടി, മക്കളെ പോറ്റാൻ വേണ്ടി ഇങ്ങനെ ഓടുന്ന ഓട്ടത്തിനിടയിൽ കുറച്ചു സമയം എനിക്ക് വേണ്ടി ഇരിക്കുക. എന്തിനാ ഓടുന്നത്? നിന്റെ ദാരിദ്ര്യം മാറ്റാൻ. നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം. എന്തിനാ നമ്മൾ ഓടുന്നതിനാ? നമ്മൾ എന്തിനാ അധ്വാനിക്കണം? നമ്മുടെ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാനല്ലേ? അല്ലേ? ആ ദാരിദ്ര്യം പട്ടിണി ഞാൻ മാറ്റിത്തരാം. കുറച്ചു സമയം, ഒരു ദിവസം മുഴുവനും നീ പള്ളിയിൽ കുത്തിയിരിക്കുന്നല്ല പറഞ്ഞത്, ഇബാദത്തിന് വേണ്ടി ഇരിക്കണം എന്നല്ല പറഞ്ഞു. കുറച്ചു സമയം എനിക്ക് വേണ്ടി നീ കണ്ടെത്ത്, എന്നാൽ അസുദ്ദു ഫഖ്റക്, നിന്റെ ദാരിദ്ര്യം ഞാൻ മാറ്റിത്തരാം എന്ന് ആര് പറയണം? അല്ലാഹു പറയും. അപ്പൊ ഈ തസ്ബീഹുകൾ ചെല്ലുന്നതിന് എത്ര പ്രാധാന്യം. വെറുതെ ഞാൻ വിരല് മടക്കി പോയിട്ട് കാര്യമില്ല. അത് ആത്മാർത്ഥമായി നിർത്തി സുബ്ഹാനല്ലാഹ് എത്ര വേഗത്തിലാണ് നമ്മൾ ചൊല്ലുന്നത്. ആ സുബ്ഹാനല്ലാഹ് കൃത്യമാണോ, വ്യക്തമാണോ? അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അത് വ്യക്തമാണോ? ഈ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോയാൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് തന്നെ അറിയാത്തൊരവസ്ഥ ഉണ്ടായാൽ അതെങ്ങനെ അല്ലാഹ് സ്വീകരിക്കും? ആ കാര്യം നമ്മൾ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഞ്ചാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സയ്യിദ് ഇബ്നു ഖാലിദ് അൽ-ജുഹനി, അഞ്ചാമത്തെ കാര്യം ഹജ്ജിന്റെ കൂലി കിട്ടുന്നത്. റസൂൽ പറഞ്ഞു, ഒരു യോദ്ധാവിനെ അതിനുവേണ്ടി യുദ്ധത്തിന് വേണ്ടി ഒരുക്കി, ഔ ഫത്തറ സായിമൻ, അല്ലെങ്കിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു, ഔ ജഹസ ഹാജ്ജൻ, അല്ലെങ്കിൽ ഒരു ഹാജിയെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി, ഒരാളെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരുക്കി, അതിനുവേണ്ടി സജ്ജമാക്കി, അതിനുവേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. കാനലഹു മിത്ലു അജ്രിഹി യൻഖുസ മിൻ അജ്രിഹി ശൈഅൻ, അയാളെ പ്രതിഫലത്തിൽ നിന്നും ഒട്ടും കുറയാതെ അതിനുവേണ്ടി തയ്യാറാക്കിയാൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു യോദ്ധാവിനെ തയ്യാറാക്കി. അതേപോലെ തന്നെ അല്ലെങ്കിൽ നോമ്പുകാരൻ നോമ്പ് തുറപ്പിക്കുക. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരാളെ ഹജ്ജിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കുക. സാമ്പത്തികമായി സഹായം ചെയ്യാൻ കഴിയുമോ? അങ്ങനെ. ശാരീരികമായി നമുക്ക് സഹായിക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പൊ അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കാന ലഹു മിത്ലു അജ്രിഹി മിൻ ഗൈരി അൻ യൻഖുസ മിൻ അജ്രിഹി ശൈഅ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. ഹജ്ജിന്റെയും അതേപോലെ ഉംറയുടെയും കൂലി കിട്ടുന്ന കാര്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആറാമതായി പറഞ്ഞത്, ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജ, റമളാനിലെ ഉംറ, റമളാനിലെ ഉംറയ്ക്ക് പ്രത്യേകമായി കൂലി. ആളുകൾ റജബിൽ ഇങ്ങനെ റജബ് മാസം ഉംറയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ചില ആളുകൾ, അങ്ങനെ പ്രത്യേകമായി റജബിന് അങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിച്ചിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ റമളാനിൽ ആ ഉംറയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരി റഹ്മഹുല്ലാഹ് സ്വഹീഹ് ഉദ്ധരിച്ച ഹദീസാണ്, ഉംറത്തുൻ ഫീ റമളാന തഅദിലു ഹജ്ജതൻ, റമളാനിലെ ഉംറ എന്നത് അതൊരു ഹജ്ജിന്റെ കൂലി കിട്ടും പൂർണ്ണമായും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? എന്നാൽ ആ ഹജ്ജിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്.
ഇവിടുന്ന് പോകുന്നു, ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹജ്ജിന് പോയി. ആ ഹജ്ജിന് പോയിട്ട് അവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രീതിയിലുള്ള ഹജ്ജിന്റെ അപ്പുറത്തേക്ക് കിട്ടുന്ന ചാൻസ് അല്ലേ കുറെ മുതലാക്കി കളയാം എന്ന് വിചാരിച്ചിട്ട് ഈ ഉംറ ഇങ്ങനെ ആവർത്തിച്ച് ഒരു യാത്രയിൽ ചെയ്യുന്ന ഒരു രീതി അതിപ്പോ കൂടി വരികയാണ്. അതാ ചില ആളുകൾ ഒരൊറ്റ യാത്രയിൽ കുറേ ഉംറ ഇങ്ങനെ ചെയ്യാം. ഇത് റൂമിൽ വന്ന് പറയാം, ഞാൻ 20, 30, 40 ഉംറയൊക്കെ ചെയ്തു, എന്തോ വലിയൊരു കാര്യം ചെയ്ത മാതിരി ആളുകൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചിട്ട് മക്കയുടെ പുറത്തു പോയിട്ട് പിന്നീട് വന്നിട്ട് ഒരു ഉംറയും റസൂൽ ചെയ്തിട്ടില്ല. ഒരു ഹജ്ജും അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല. എങ്ങനെ? മക്കയിൽ താമസിച്ചിട്ട് പിന്നെ പുറത്തു പോയിട്ട് വീണ്ടും വന്ന ഒരു കർമ്മം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ 13 വർഷം മക്കയിൽ താമസിച്ചു. ഇതിനിടയ്ക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ ഉള്ളിലുണ്ടായിരിക്കുമ്പോഴാണ്. ഇന്നത്തെ ആളുകൾ ഇന്ന് തൻഈം മസ്ജിദ് ആയിഷ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ പോയാൽ അവിടെ നിന്ന് ഇഹ്റാം വിട്ട വീണ്ടും തിരിച്ചു വരിക ഒരൊറ്റ യാത്രയിൽ തന്നെ. അപ്പൊ നോക്കി ഇവിടെയൊന്നും ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല. ഒരിക്കൽ തവണ പോലും മക്കയിൽ നിന്നിട്ട് പുറത്തു പോയിട്ട് വീണ്ടും അവിടെ തൻഈമിൽ പോയിട്ട് ഇഹ്റാം ചെയ്ത് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല. അപ്പൊ ആയിഷ റളിയല്ലാഹു ചെയ്തിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു ഹജ്ജിന് വന്നതാണ്. വന്നപ്പോ അവിടെ മക്കയിലേക്ക് എത്തുമ്പോ അവർക്ക് ആർത്തവം ഉണ്ടായി, പീരീഡ് ഉണ്ടായി. ഹജ്ജ് അവർക്ക് ഉംറ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, സഈ മാത്രം നടത്തിയിട്ട് തിരിച്ചു പോവുക. എന്നിട്ട് തൻഈമിൽ പോയിട്ട് ആ സ്ഥലത്ത് പോയി അവിടെ നിന്ന് അവർ ശുദ്ധിയായ ശേഷം വീണ്ടും ഇഹ്റാമിൽ പ്രവേശിച്ച് അവരെന്ത് ചെയ്തു? വീണ്ടും വന്ന് ഹജ്ജ് ചെയ്തു. ഇതാണ് അതിനാകെ തെളിവ്. ഇത് സ്ത്രീകൾക്കുള്ള എക്സ്ക്യൂസാണ്, ഇളവുകളാണ്. അതിനെ പുരുഷന്മാർക്ക് പറ്റും. സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഇന്നും അങ്ങനെ തന്നെ ചെയ്യാം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതാണ് ഇപ്പോൾ ആളുകൾ തെളിവായി വന്നിരിക്കുന്നത്. അപ്പൊ നോക്കി, ശരിക്കും പറഞ്ഞാൽ പണ്ഡിതന്മാരത് പറഞ്ഞത്, ശൈഖ് ഹുസൈമീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞത് അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അഉ ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിലുള്ള യഥാർത്ഥത്തിൽ അത് ബിദ്അത്താണ് എന്ന് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അവിടെ അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നഅലമു ജമീഅൻ ദഖല മക്കത ഫാത്തിഹൻ ഫീ ആഖിർ റമളാൻ വബഖിയ 19 യൗമൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ അവസാനം ഉണ്ടായിട്ട് അവിടെ മക്കയിൽ 19 ദിവസം താമസിച്ചു റസൂൽ. എന്നിട്ട് പോലും വലം യഖ്റുജു ഇല തൻഈമി ലിയുഹരിമ ഉംറത്തിൻ, റസൂൽ അവിടെ നിന്നിട്ട് പിന്നെ തൻഈമിലേക്ക് പോയിട്ട് ഉംറ ചെയ്യാൻ വേണ്ടി റസൂൽ ചെയ്തിട്ടില്ല. 19 ദിവസം റമളാനിൽ അവസാന സമയത്ത് റസൂൽ ഉണ്ടായിട്ട് ചെയ്തിട്ടില്ല. ആളുകൾക്ക് നമ്മൾ തിരുത്തി കൊടുക്കേണ്ട കാര്യമാണ്. എന്നാൽ മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യുന്ന വിഷയത്തിൽ മാറ്റമുണ്ട്. എന്താ കാര്യം? അതുപോലെ ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പിന്നെ അതിനുവേണ്ടി പ്രത്യേക വിസ വേണം, അതിനുവേണ്ടി സാമ്പത്തിക ചിലവുകൾ ഉണ്ടെങ്കിൽ സ്വന്തം ഉംറ കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യുന്നതിന് ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുന്നതിന് പ്രശ്നമില്ല. പക്ഷെ നേരത്തെ അവിടെ ഉംറ ചെയ്ത് കഴിഞ്ഞ ആള് ഇനി അവിടെ നിന്ന് പോകുന്നു, ഒരു തവണ ഉംറ ചെയ്ത് കഴിഞ്ഞ് അവിടെ നിന്ന് മക്കയിൽ മദീനയിലേക്ക് പോയി, തിരിച്ചിങ്ങോട്ട് മക്കയിലേക്ക് തന്നെ വരണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ, അയാൾക്ക് ഇങ്ങോട്ട് വരാൻ ആവശ്യമുണ്ട് ഉണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും ഉംറ ചെയ്യുന്നതിന് തയ്യാറാവില്ല. ശ്രദ്ധിച്ച് കേൾക്കണം, ആവശ്യമുണ്ടെങ്കിൽ. അല്ല അവിടെ നിന്ന് വീണ്ടും ഉംറയ്ക്ക് ഉദ്ദേശിച്ച് വരലല്ല, പിന്നെ വീണ്ടും മക്കയിലേക്ക് അയാൾ വരാനുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യം നടക്കുന്നതിനിടയ്ക്ക് ഒരു ഉംറ ചെയ്യുന്നതിന് എന്തില്ല, വീണ്ടും ചെയ്യുന്നതിന് തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ നമ്മൾ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. ആ ഒരു വിഷയത്തിൽ അവിടെ ആദ്യമായി സ്വന്തത്തിന് വേണ്ടി ഉംറ ചെയ്താലേ പിന്നെ ഈ പറഞ്ഞ ഇളവ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഉംറ, നമ്മളെ മരിച്ചുപോയ ആളുകൾക്ക് മറ്റൊക്കെ വേണ്ടിയൊക്കെ ഉംറ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന ഉംറയൊക്കെ അവിടെ സ്വീകരിക്കപ്പെടും. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم على نبينا محمد. الله الرسول صلى الله عليه وسلم قلب شاكر ولسان ذاكر وزوجة صالحة تعينك على أمر دنياك
വദീനിക ഖൈറു മക്തനസന്നാസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൽബുൻ ഷാകിർ, നന്ദിയുള്ള ഹൃദയം, വലിസാനുൻ ദാകിർ, അല്ലാഹുവെ സദാ ഓർക്കുന്ന ഒരു നാവ്, വസൗജത്തുൻ സാലിഹ, നല്ലൊരു ഭാര്യ. നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ റസൂൽ ആ നല്ല ഭാര്യയുടെ യോഗ്യതയെ, ക്വാളിറ്റിയെ പറ്റി പറയുന്നു. തുഈനുക, നിന്നെ അവൾ സഹായിക്കും, അല അംരി ദുനിയാക, നിന്റെ ദുനിയാവിന്റെ കാര്യത്തിലും, വദീനിക, നിന്റെ ദീനിന്റെ കാര്യത്തിലും നിന്നെ സഹായിക്കും. അത് ഖൈറു മക്തനസന്നാസ്, ജനങ്ങൾ നിധിയായി ഏറ്റവും വിലപ്പെട്ടതായി അവർ സമ്പാദിച്ചു വെക്കുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ധനത്തേക്കാൾ പണത്തേക്കാൾ ഉത്തമമാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കൃത്യമായി നമുക്ക് പറഞ്ഞ 2-3 കാര്യങ്ങൾ റസൂൽ പറഞ്ഞു. ഒന്ന്, നന്ദിയുള്ള ഒരു മനസ്സ് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അല്ലാഹു എന്ന ആ അനുഗ്രഹങ്ങളെ പറ്റി പരാതിപ്പെടുന്നതിന് മുമ്പ് ഇല്ലാത്ത കുറവുകളെ പറ്റി നമ്മൾ ഇങ്ങനെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഉള്ളത് അതിനെ സമ്മതിക്കാനാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് മനസ്സിൽ നമുക്ക് അല്ലാഹുവോട് നന്ദിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തെളിവാണ്. ഇല്ലായ്മയെ പറ്റിയല്ലേ നമ്മൾ പറഞ്ഞു നടക്കുന്നത്. ഉള്ളതിനെ പറ്റി, അല്ലാഹ് എന്ന അനുഗ്രഹത്തെ പറ്റി എപ്പോഴെങ്കിലും നീ അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ട് എന്ന് നമുക്ക് പറയാൻ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല 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 അതില്ല ഇതില്ല ഇതില്ല എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇതുവരെ ചെയ്തത് അല്ലാഹ് എന്ന അനുഗ്രഹം, അതിനെപ്പറ്റി ഇവിടെ മിണ്ടുന്നില്ല. അപ്പൊ ഇല്ലായ്മയെ പറ്റി മാത്രം പറയുമ്പോൾ എങ്ങനെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ നമുക്ക് അല്ലാഹുവോട് നന്ദി ഉണ്ടാവും. രണ്ടാമതായി റബ്ബിനെ സ്മരിക്കുന്ന, ഓർക്കുന്ന ഒരു നാവ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യഥാർത്ഥ സുഹൃത്താര കുല്ലമാ ലഖിയക, നിന്നെ കണ്ടുമുട്ടുമ്പോഴെല്ലാം ഇദക്കിറുക അനിൽ ആഖിറ, പരലോകത്തെ പറ്റി ഓർക്കുന്ന സുഹൃത്താണ്. നിന്നെ കണ്ടുമുട്ടുമ്പോഴെല്ലാം നിന്റെ പോക്കറ്റിൽ ഒരു റിയാല് വെച്ച് തരുന്ന അല്ലെങ്കിൽ ദീനാർ ദിർഹമോ വെച്ച് തരുന്ന ഒരു സുഹൃത്തിനേക്കാൾ നല്ലതെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണം. സഹാബികൾ തമ്മിൽ കണ്ടാൽ ഇരിക്കെ കുറച്ചു നേരം മുഅ്മിനാകാം എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കാം, ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ വേണം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ദുനിയാവിന്റെ കാര്യങ്ങളിലും ആഖിറത്തിന്റെ കാര്യങ്ങളിലും. പലപ്പോഴും നമ്മുടെ ഇണകൾ, നമ്മുടെ ഭാര്യമാര് ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഐഡിയ പറഞ്ഞു തരുന്നുണ്ട്, പലതും സമ്പാദിക്കാൻ, ബിസിനസ് തുടങ്ങാനും എന്തൊക്കെ അല്ലേ. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ഐഡിയ പറയുന്നതിനുണ്ടോ? നമ്മളെ സഹായിക്കുന്നുണ്ടോ? നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ പോകാൻ മക്കളെയും ഭർത്താവിനെയും സഹായിക്കുന്ന ഭാര്യ, സമയത്തിന് വിളിച്ചുണർത്തി ആ ഡ്രസ്സൊന്ന് ഇസ്തിരിയിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് പോട്ടെ പള്ളിയിൽ എന്ന് നിനക്ക് അങ്ങനെ സഹായിക്കുന്ന പള്ളിയിലേക്ക് പറഞ്ഞേക്കാം. പ്രത്യേകിച്ച് സുബഹിക്ക് ആ ഉറക്കത്തിനിടയിൽ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ സാധിക്കും. അതാണ് തുഴീനുക അല ഈമാൻ എന്ന് പറയുന്നത്. തുഴീനുക അല അംരി ദുനിയാക വദീനിക. അങ്ങനെയുള്ള ഇണകളാണോ നമ്മൾ ആത്മപരിശോധന നടത്തുന്നത്? സ്വയം ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ഇണകൾക്ക് ആ ക്വാളിറ്റി ഉണ്ടോ? ആ ക്വാളിറ്റി ഉണ്ടാവാൻ അവരെ നമ്മൾ പ്രാപ്തരാക്കിയോ എന്നൊരു കാര്യം. എന്തെല്ലാം കാര്യങ്ങളെ പറ്റി നമ്മൾ ഗൗരവമായി നമ്മുടെ ഭാര്യമാരോട് സംസാരിക്കുന്നുണ്ട്. ദീനിന്റെ കാര്യത്തെ പറ്റി സീരിയസ് ആയി നമ്മൾ സംസാരിക്കുന്നുണ്ട്. എത്ര പേര് ഇന്ന് കേട്ട ഒരു ഖുതുബയെ പറ്റി, ഒരു ക്ലാസിനെ പറ്റി, ഒരു ആയത്ത് പഠിക്കുമ്പോൾ, ഒരു ഹദീസ് പഠിക്കുമ്പോൾ അതൊന്ന് ചർച്ച ചെയ്യാൻ, അവളുമായി ഇരുന്ന് മക്കളുമായി ഇരുന്ന് സംസാരിക്കാൻ. ഇതൊക്കെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇതൊക്കെയല്ലേ റബ്ബനാ അല്ലേ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ. എങ്ങനെ ഈ ഖുറത അയ്ൻ കിട്ടുക? കണ്ണിനെങ്ങനെ കുളിർമ കിട്ടുക? സുബഹ എഴുതുമ്പോൾ കിട്ടുന്ന കുളിർമയാണോ ആ കുളിർമ? അതാണോ? അല്ല. ദീന് പറയുമ്പോൾ അതിനനുസരിക്കുകയും അതിനെ പ്രതികരിക്കുകയും അതിന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അൽഹംദുലില്ലാഹ് കണ്ണിന് കുളിർമ കിട്ടുന്നത്, ആ പ്രാർത്ഥന സഫലമാകുന്നത്. അങ്ങനെയാണ്. അതാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ദുനിയാവിൽ നമ്മൾ എന്ത് നേടിയിട്ട് കാര്യമില്ല, എന്ത് നേടിയിട്ടും. കാരണം റസൂൽ പറഞ്ഞു, നിങ്ങൾ സമ്പാദിച്ചു വെക്കുന്ന പൈസയേക്കാൾ, സ്വത്തിനേക്കാൾ, ധനത്തേക്കാൾ ഏറ്റവും ഉത്തമം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ ഹറാം ഹലാല് തിന്നുന്ന വിഷയത്തിൽ, ജോലി സംബന്ധമായ വിഷയത്തിൽ മുൻഗാമികളായ നമ്മുടെ സലഫുകളുടെ ഭാര്യമാര്, അവരുടെ ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത്തഖില്ല, അല്ലാഹുവെ സൂക്ഷിക്കണേ. ഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾ വിശപ്പ് സഹിക്കാം. വലാ നസ്ബിറു അലൻ നാർ, നരകം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുമായിരുന്നത്രേ. ആര്? നമ്മുടെ മുൻഗാമികളുടെ ഭാര്യമാർ, നല്ല ഭാര്യമാർ. വീട്ടിൽ ഇറങ്ങിപ്പോട്ടെ, എങ്ങനെയെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി. അതിനിപ്പോ ഹലാലെന്നോ ഹറാമെന്നോ നോക്കേണ്ട ആവശ്യമില്ല. അല്ല,
പോകുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയുന്നത് ഹലാല് മാത്രമേ ഞങ്ങളെ തീറ്റിക്കാവൂ, വിശപ്പ് ഞങ്ങൾ സഹിക്കാം, 1-2 ദിവസം തിന്നില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ നരകത്തി നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന ഭാര്യ. അതാണ് നമ്മളെ ഈമാൻ സഹായിക്കേണ്ടത്. ആ നിലയ്ക്ക് ഭാര്യമാരെ നമ്മൾ പരിവർത്തിപ്പിക്കണം, ദീന് സംസാരിക്കണം. പേടിയാ, വേറെന്തെങ്കിലും പറഞ്ഞാൽ തെറ്റിപ്പോകുമോ, കിടക്കയിൽ അവൾ സഹകരിക്കില്ലെന്നോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടെന്ന് ചെയ്യുന്നില്ലല്ലോ എന്നൊരു ഭയം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മപരിശോധന നടത്തുക. നമ്മളെ ഈമാൻ കാര്യമായ തകരാറുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൃത്യമായി കാര്യങ്ങൾ വിലയിരുത്തി റബ്ബിന്റെ അവന്റെ ദീനെ പറ്റിയാണ് പറയുന്നത്. തന്റെ പരലോകം രക്ഷപ്പെടാൻ 5 വക്ത് നമസ്കരിക്കുന്നുണ്ട്, നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും? പിടിച്ചു വെക്കൂലേ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ മക്കൾ പിടിച്ചു വെക്കും. ദീന് പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചില്ലെങ്കിൽ, ഭാര്യമാരെ ആ നിലയ്ക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാമെന്ന് നമ്മൾ കരുതണ്ട. അവരെ കൊണ്ട് നരകം അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വിലയ്ക്ക് വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവും. ഗൗരവമായി നമ്മൾ ചിന്തിക്കുക. വിഷയത്തിൽ വീണ്ടും വിചാരം ഉണ്ടാകുക. അല്ലാഹു നന്മയിൽ മുന്നേറാൻ, തഖ്വയോടുകൂടി ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ വന്ന പിഴവുകൾ മാപ്പാക്കി അല്ലാഹു ശരിയായതിലേക്ക് മടങ്ങാനും ശരിയായത് ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ മരിച്ചുപോയവർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരവസ്ഥയും ദീനനുസരിച്ച് പതറാതെ അല്ലാഹുവിൻ്റെ ദീനെ കൃത്യമായി പറയുമ്പോൾ അതിന് ഉൾക്കൊള്ളാനും അത് ചെവിക്കൊള്ളാനും അതിന് ജീവിക്കാനുമുള്ള ഒരു ആഫിയത്തും ഒരു ഈമാനും ഒരു തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. രോഗികളായി കിടക്കുന്നവർ, പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തിക ബാധ്യത കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അല്ലാഹു എല്ലാവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة مع الأبرار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.